15 മാസം നീണ്ട ഗാസ യുദ്ധത്തിന് വിരാമം. വെടിനിർത്തൽ കരാർ ഹമാസും ഇസ്രായേലും അംഗീകരിച്ചു. ഇസ്രായേൽ, ഹമാസ്, അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ കരാർ സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്ന ജനുവരി 20 മുൻപ് വെടിനിർത്തി ബന്ദികളെ വിട്ടയക്കണമെന്ന അന്ത്യശാസനം ഹമാസിനെയും പാലസ്തീനികളെയും വെടിനിർത്തലിലേക്ക് എത്തിക്കുകയായിരുന്നു. വെടിനിർത്തലിന്റെ ആദ്യ 42 ദിവസങ്ങളിൽ 33 ഇസ്രായേലി ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. പകരം 1000 പാലസ്തീനികളെ ഇസ്രായേലും ജയിലിൽ നിന്നും മോചിപ്പിക്കും. ഇസ്രായേൽ ജയിലിൽ 8000-ലധികം പാലസ്തീനികൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേൽ മോചിപ്പിക്കുന്ന ബന്ദികളിൽ ഒക്ടോബർ 7-ന് ഭീകരാക്രമണം നടത്തിയ ഹമാസുകാർ ഉണ്ടാവില്ല എന്നും ധാരണയായി. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചതായി വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിട്ടുണ്ട്. ഹമാസുമായി വെടിനിർത്തൽ കരാർ ഇപ്പോഴും പൂർത്തിയായിട്ടില്ലെന്നും അന്തിമ വിശദാംശങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 15 മാസം നീണ്ട യുദ്ധം അവസാനിപ്പിച്ചതായി അമേരിക്കൻ പ്രസിഡന്റും ഖത്തർ പ്രധാനമന്ത്രിയും പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പരാമർശം. ഇതോടെ ഗാസയിലെ കണ്ണീർ തോരുമെന്നാണ് ലോകത്തിന്റെയും പ്രതീക്ഷ.